പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ ലാബ് വർക്കിൽ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഈ ഒരു വീഡിയോയിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അതേപോലെ ആദ്യ ലാബ് എന്ന രീതിയിൽ C++ലെ ഏറ്റവും സിമ്പിളായ പ്രോഗ്രാം, ഒരു നമ്പർ റീഡ് ചെയ്തിട്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ 0 ആണോ അത് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സാധാരണ C++ പ്രോഗ്രാമിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള എറേഴ്സ്, പ്രോഗ്രാമിംഗ് ടൈപ്പിംഗ് മുതൽ അവസാനം എഡിറ്റിംഗ്, അതേപോലെ കമ്പൈലേഷൻ, എക്സിക്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ രണ്ടാമത്തെ പാർട്ടിൽ 3 ലാബ് വർക്കുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. C++ലുള്ള 3 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഒന്നാമത്തത് 3 സംഖ്യ റീഡ് ചെയ്തിട്ട് അതിൽ ഏറ്റവും വലുത് കണ്ടുപിടിക്കലാണ്. രണ്ടാമത്തത് ഒരു ഡിജിറ്റ് റീഡ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ്സ് ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതാണ് സ്വിച്ച് ഉപയോഗിച്ച്. ഉദാഹരണത്തിന് 1 റീഡ് ചെയ്തെങ്കിൽ ONE, 2 റീഡ് ചെയ്തെങ്കിൽ TWO, ആ രീതിയിൽ. മൂന്നാമത്തെ വർക്ക് ഒരു നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഡിസ്പ്ലേ ചെയ്യാനാണ്. 12 റോസ് ആണ് വേണ്ടത്. ഇതിൽ ഓരോ വർക്കിലേക്ക് നമുക്ക് വരാം. ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രോഗ്രാം ടു ഫൈൻഡ് ലാർജസ്റ്റ് എമംഗ് 3 നമ്പേഴ്സ് ആണ്. ഇവിടെ 3 നമ്പേഴ്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ 3 നമ്പേഴ്സ് റീഡ് ചെയ്യുന്നു. N1, N2, N3 റീഡ് ചെയ്യുന്നതിന് മുമ്പ് മുകളിൽ നേരത്തെ ഒരു പ്രോംപ്റ്റ് മെസ്സേജ് കൊടുത്തു. കഴിഞ്ഞ ലാബിൽ നമ്മൾ പറഞ്ഞതാണ് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് മെസ്സേജ് കൊടുക്കുന്നത് എന്നുള്ളത്. പിന്നീട് ചെയ്യുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് ഇതിന്റെ ലോജിക്ക് കിടക്കുന്നത്. 3 സംഖ്യ റീഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിലേറ്റവും വലുത് കണ്ടുപിടിക്കലാണല്ലോ നമ്മുടെ വിഷയം. ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യയെക്കാളും വലുതാണോ, അതേപോലെ ഒന്നാമത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യയെക്കാളും വലുതാണോ? ഇത് രണ്ടും ശരിയാണെങ്കിൽ ഇതൊരു കണ്ടീഷനാണ്, ഇത് രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ്. ഈ 2 റിലേഷണൽ ഓപ്പറേഷൻസിനെയും എക്സ്പ്രഷൻസിനെയും കമ്പൈൻ ചെയ്യാൻ വേണ്ടി ലോജിക്കൽ ഓപ്പറേഷൻ ഉപയോഗിച്ചു. അപ്പൊ ഇത് രണ്ടും ശരിയാണെങ്കിൽ, ഒന്നാമത്തത് രണ്ടാമത്തേനേക്കാളും വലുതാണ്, ഒന്നാമത്തത് മൂന്നാമത്തേന് വലുതാണെങ്കിൽ നമുക്ക് പറയാം ഒന്നാമത്തതാണ് വലുത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്ന 7ഉം അതുപോലെ 5ഉം 4ഉം ആണെങ്കിൽ 7 5നേക്കാളും വലുതാണ്, 7 4നേക്കാളും വലുതാണ്. അപ്പോൾ 7 ആണ് വലുതെന്ന് പറയാം. ഓക്കെ, ഒന്നാമത്തത് രണ്ടാമത്തിന്റെ വലുതാണ്, ഒന്നാമത്തത് മൂന്നാമത്തേനേക്കാളും വലുതല്ല, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റി, അങ്ങനെയാണെങ്കിൽ എൽസ് പാർട്ടിലേക്ക് വരും. അപ്പൊ എൽസ് പാർട്ട് എന്താണ് ചെക്ക് ചെയ്യുന്നത്? N2 N3യേക്കാളും വലുതാണോ? ഇവിടെ എന്താണ് N2 N3യേക്കാളും വലുതാണോ ചെക്ക് ചെയ്യാൻ കാരണം മുകളിലുള്ള കണ്ടീഷനിൽ നിന്ന് N1 വലുതല്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായില്ലേ? കാരണം എന്താ, നമ്മളിവിടെ ചെക്ക് ചെയ്തത് എന്താണ്? ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തേനേക്കാളും വലുതാണോ, ഒന്നാമത്തേത് മൂന്നാമത്തേനേക്കാളും വലുതാണോ? ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഒന്നാമത്തത് വലുതല്ല എന്നതാണ്. അപ്പോൾ നമുക്ക് 1നെ വിട്ടേക്കാം. ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ 1നെ വിട്ടേക്കാം. പിന്നെ ആരെ ചെക്ക് ചെയ്താൽ മതി? 2ഉം 3ഉം ചെക്ക് ചെയ്താൽ മതി. അപ്പൊ രണ്ടാമത്തത് മൂന്നാമത്തതിനേക്കാളും വലുതാണെങ്കിൽ രണ്ടാമത്തതാണ് വലുത്. ഓക്കെ, അതും തെറ്റാണെങ്കിൽ, അപ്പൊ 1ഉം വലുതല്ല 2ഉം വലുതല്ലെങ്കിൽ പിന്നെ ആരാണ് വലുത്? 3അല്ലേ വലുത്. ഇതാണ് ഇതിന്റെ ലോജിക്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കിതൊന്ന് റൺ ചെയ്ത് കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈലേഷൻ സക്സസ്ഫുൾ ആണ്. ബിൽഡ് ചെയ്യുന്നു, എക്സിക്യൂഷൻ നടത്തുന്നു. 5 3 2 3 നമ്പേഴ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിലേതാണ് വലുത്? ഔട്ട്പുട്ട് എന്താ വരണം? വലുത് നമ്മൾ പറയുന്നത് ഈ ഒരു ഇൻപുട്ടിലാണെങ്കിൽ ഔട്ട്പുട്ട് വരേണ്ടത് 5 ആണ്. ശരിയാണല്ലോ? N1 ഈസ് ലാർജസ്റ്റ് 5. ഓക്കെ, ഇവിടെ N1 ഈസ് ലാർജസ്റ്റ് മാത്രമാണ് നമ്മൾ മെസ്സേജ് കൊടുക്കുന്നതെങ്കിൽ 5, ഈ ഒരു N1 കൂടി ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ 5 N1 ഈസ് ലാർജസ്റ്റ് മാത്രമാണ് ഡിസ്പ്ലേ ആയി വരിക. ഓക്കെ, രണ്ടും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നത് അതിന് കൂടെ ആ നമ്പറും ഡിസ്പ്ലേ ചെയ്യുന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതാണ്. മറ്റൊരു കേസ് കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 4 10 അതേപോലെ 6. ഇതിലേതാണ് വലുത്? രണ്ടാമത്തേനാണ് വലുത് അല്ലെ? രണ്ടാമത്തതാണ് വലുത്. നോക്കാം. ഓക്കെ, രണ്ടാമത്തതാണ് വലുത്. ഈ രീതിയിൽ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യും.
ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഡിക്ലറേഷൻ ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഇവിടെയുള്ള ഈ ആൻഡ് ഓപ്പറേഷൻ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതായി കാണാറുണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തെറ്റായിരിക്കും. കാരണം ഇവിടെ ഈഫിന് ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ആ ബ്രാക്കറ്റ് അവിടെ മിസ്സായിട്ടുണ്ട്. ഓക്കെ, ആ ബ്രാക്കറ്റ് കൊടുത്താൽ ക്ലിയർ ആവും. അപ്പൊ ഈഫിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് ഇത് ചെയ്യേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള പാരന്തീസിന്റെ ഒക്കെ ബാലൻസിങ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം സക്സസ്ഫുൾ ആണ്. വീണ്ടും ഓർമ്മിക്കുന്ന ഈഫിന്റെ അവസാനത്തിൽ സെമിക്കോളം കൊടുക്കാൻ പാടില്ല, അപ്പോഴും എറർ പറയുന്നത് കാണാം. അതുപോലെ എൽസിന്റെ അവസാനത്തിൽ സെമിക്കോളം കൊടുക്കാൻ പാടില്ല, എൽസിഫിനും സെമിക്കോളം കൊടുക്കാൻ പാടില്ല, അപ്പോഴും എറർ പറയുന്നത് കാണാം. അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ലാബിൽ നമ്മൾ വിശദീകരിച്ചതാണ്. ഇതാണ് 3 സംഖ്യയിൽ വലുത് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇതേ പ്രോഗ്രാം തന്നെ പല ലോജിക്കലും ചെയ്യാം. ചിലപ്പം ചില സ്കൂളുകളിലൊക്കെ വേറെ ലോജിക്കലാണ് ചെയ്യിക്കുന്നുണ്ടാവും. ഉദാഹരണത്തിന് ഇവിടെ n1 ഗ്രേറ്റർ ദാൻ n2 ആൻഡ് n1 ഗ്രേറ്റർ ദാൻ n3 എന്ന് ചെക്ക് ചെയ്യുന്നതിന് പകരം if n1 ഗ്രേറ്റർ ദാൻ n2 പിന്നെ താഴെ വന്നിട്ട് if n1 ഗ്രേറ്റർ ദാൻ n3 c out n1 is greater else c out n3 is greater എന്ന് പറയുന്ന ആ ഒരു ലോജിക്കിലും ചെയ്യുന്നത് കാണാറുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിരിക്കുന്ന ഏറ്റവും സ്റ്റെപ്പ് കുറഞ്ഞൊരു മെത്തേഡാണ് ഞാനിവിടെ ചർച്ച ചെയ്തത്. എ പ്രോബ്ലം ക്യാൻ ബി സോൾവ് ഇൻ ഡിഫറെന്റ് വേസ് എന്നാണല്ലോ. തീർച്ചയായിട്ടും പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഷോർട്ട് ആയിരിക്കുന്ന ലൈനാണ് കോഡാണ് ഞാനിവിടെ വിശദീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വർക്കിലേക്ക് നമുക്ക് കടക്കാം. ഇൻപുട്ട് എ ഡിജിറ്റ് ആൻഡ് ഡിസ്പ്ലേ ദ കറസ്പോണ്ടിങ് വേർഡ് യൂസിങ് സ്വിച്ച്. ഒരു ഡിജിറ്റ് റീഡ് ചെയ്തിട്ട് ആ ഡിജിറ്റിന്റെ കറസ്പോണ്ടിങ് ആയ വേർഡ് ഡിസ്പ്ലേ എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു ഡിജിറ്റ് n എന്നുള്ള വേരിയബിളിലേക്ക് ഒരു ഡിജിറ്റ് റീഡ് ചെയ്യുന്നു, ഇന്റിജർ ആണ്. സ്വിച്ച് ആണ് ഉപയോഗിക്കുന്നത്. സ്വിച്ച് n, സ്വിച്ചിനുള്ളിൽ n എന്നുള്ളതാണ് നമ്മുടെ എക്സ്പ്രഷൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കേസ് 1, n 1 ആണെങ്കിൽ ON എന്ന് ഡിസ്പ്ലേ ചെയ്യും, 2 ആണെങ്കിൽ TW എന്ന് ഡിസ്പ്ലേ ചെയ്യും, അങ്ങനെ ഓരോന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. അവസാനം കേസ് 9 ആണെങ്കിൽ 9 ഡിസ്പ്ലേ ചെയ്യും, കേസ് 0 ആണെങ്കിൽ 0 ഡിസ്പ്ലേ ചെയ്യും. ഇതൊന്നും അല്ലാത്തൊരു നമ്പറാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തതെങ്കിൽ ഇൻവാലിഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ലെറ്റ്സ് സീ ഔട്ട്പുട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സക്സസ്ഫുൾ ആണ്. ഓക്കെ, ഒരു ഡിജിറ്റ് ഏതെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, 5 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. ക്ലിയർ? ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. നമുക്ക് 0 കൊടുത്ത് നോക്കാം. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കാം. 0 എന്നുള്ള ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആവും. അപ്പൊ ഇതൊന്നും അല്ലാത്ത, ഇതിൽപ്പെടാത്ത ഒരു ഡിജിറ്റ് നമ്മൾ 675, അതൊരു സിംഗിൾ ഡിജിറ്റ് അല്ലല്ലോ. അപ്പൊ അതാണ് ഔട്ട്പുട്ട് വരിക, ഇൻവാലിഡ്. ഇൻവാലിഡ് എന്നുള്ള ഔട്ട്പുട്ട് എവിടെയാണ്, ഏതിന് മാച്ചിങ് ആണ്? ഇവിടെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് വരാം. ലാസ്റ്റ് 1 2 3 4 ഒന്നും അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ ഡിഫോൾട്ട്. എൽസ് ലാഡറിലാണെങ്കിൽ അവസാനത്തെ എൽസിന് തുല്യമാണ് ഡിഫോൾട്ട്. ഇതൊന്നും അല്ലെങ്കിൽ ഇൻവാലിഡ് ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ പ്രോഗ്രാമിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. തീർച്ചയായിട്ടും സ്വിച്ചിന്റെ ഇവിടെ അവസാനം ഒരു കാരണവശാലും സെമിക്കോളൻ കൊടുക്കാൻ പാടില്ല. മറ്റൊരു കാര്യം, ഇവിടെ പല കുട്ടികളും സെമിക്കോളന് പകരം സെമിക്കോളൻ കൊടുക്കുന്ന കാണാറുണ്ട്. അതും എററായിരിക്കും, ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് കോളൻ ആണ്. ഇതൊരു ലാബലായിട്ട് കണക്കാക്കുക. കേസ് ലാബൽ 1 അല്ലെങ്കിൽ വാല്യൂ 1 കോളൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, കേസ് കോളൻ ആണ്, വാല്യൂ കൊടുത്തതിന് ശേഷം കോളൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ സെമിക്കോളൻ കൊടുക്കാൻ വിട്ടുപോകരുത്, ബ്രേക്കിന് സെമിക്കോളൻ കൊടുക്കാൻ വിട്ടുപോകരുത്. ഓരോ കേസിന്റെ ഉള്ളിൽ നമ്മൾ ബ്രേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അഥവാ ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഞാൻ ഏതെങ്കിലും ഒരു ബ്രേക്ക് മിസ് ചെയ്ത് നോക്കാം. നമുക്ക് ഫോർ എക്സാമ്പിൾ കേസ് 7 ശേഷമുള്ള ബ്രേക്ക് ഒഴിവായി വിചാരിക്കും, എഴുതാൻ വിട്ടുപോയി വിചാരിക്കും. സക്സസ്ഫുൾ ആണ്, കമ്പൈലേഷൻ ഒരു കുഴപ്പമുണ്ടാവില്ല. ബ്രേക്ക് കൊടുക്കൽ നിർബന്ധമാണോ ചോദിച്ചാൽ നിർബന്ധമല്ല, പ്രോഗ്രാം വർക്ക് ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കുക, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സപ്പോസ് 7 ആണെന്ന് വിചാരിക്കും. 7 ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ ഔട്ട്പുട്ട് നോക്കണേ, 7ഉം 8ഉം ഡിസ്പ്ലേ എന്നാണ് കാണാം. കാരണം എന്താണ്? 7 കഴിഞ്ഞ് 8 കഴിഞ്ഞിട്ടാണ് താഴെ ബ്രേക്ക് കാണുന്നത്. അപ്പൊ എവിടെയാണോ ബ്രേക്ക് ഉള്ളത് അവിടെ വരെ അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഈ ബ്രേക്ക് ഒഴിവായി വിചാരിക്കുക. ഇവിടെയുള്ള ബ്രേക്ക് ഒഴിവായി, ഇത് പലപ്പോഴും തിയറി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കാണാറുണ്ട്. ഈ ബ്രേക്ക് പൂർണ്ണമായിട്ടും ഒഴിവാകുകയാണെങ്കിൽ ഔട്ട്പുട്ട് നോക്കാം. നിങ്ങൾ ഇൻപുട്ട് 7 ആണ് കൊടുത്തതെങ്കിൽ എവിടെയാണോ അവസാനിക്കുന്നത് അവിടം വരെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണാം. ഓക്കെ, 7 8 9 0 ഇൻവാലിഡ് എന്ന് വരെ ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ എവിടെയാണോ ബ്രേക്ക് വരുന്നത് അവിടെ വരെ എക്സിക്യൂട്ട്. ഇവിടെ എവിടെയും ബ്രേക്ക് ഇല്ലാത്തത് കൊണ്ട് ഇൻവാലിഡ് ആണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം,
എല്ലാ കേസിന്റെ ഉള്ളിലും നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വിട്ടുപോകരുതെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇത് ഇവിടെ കമന്റ് ആണ്, സിംഗിൾ ലൈൻ കമന്റ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഡബിൾ സ്ലാഷ് ഇല്ലാതെ നമ്മൾ ഇങ്ങനെ എഴുതാൻ പാടില്ല, ഇത് എററായിരിക്കും. ഇവിടെ ഡബിൾ സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് കമന്റ്സ് ആണ്. കമന്റ്സ് ആർ ഇഗ്നോർഡ് ബൈ ദ കമ്പൈലർ. കമ്പൈലർ മൈൻഡ് ചെയ്യില്ല. അവിടെ നിങ്ങൾക്ക് എന്ത് മെസ്സേജും ടൈപ്പ് ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ വർക്കും ക്ലിയർ ആണല്ലോ. അവസാനമായി വളരെ സിമ്പിളായ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ടു ഡിസ്പ്ലേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് എ നമ്പർ ഹാവിംഗ് 12 റോസ്. സി, ഇവിടെ ഞാനൊരു നമ്പർ റീഡ് ചെയ്യുന്നു. എന്റർ എ നമ്പർ CNN. ഓക്കെ, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കിട്ടാനുള്ള, അതിന്റെ ഔട്ട്പുട്ട് കിട്ടാനുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 12 റോസ് ഉള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കിട്ടാനുള്ള കോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ ഔട്ട്പുട്ട് കാണിച്ചു തരാം, പിന്നീട് പ്രോഗ്രാം വിശദീകരിക്കാം. സി, ഞാനൊരു നമ്പർ ഇവിടെ റീഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ റീഡ് ചെയ്യുന്നത് 5 ആണെന്ന് വിചാരിക്കുക. ഔട്ട്പുട്ട് നോക്കാം നമുക്ക് ആദ്യം. സി, 5 ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത്. എന്റർ എ നമ്പർ 5 ഇൻപുട്ട് ചെയ്തിരിക്കുന്നു. ഡിസ്പ്ലേ ആവുന്നത് 1 into 5 is equal to 5. സി, 1 into 5 is equal to 5. പിന്നെ 2 into 5 is equal to 10. 3 into 5 is equal to 15. ഈ ഓർഡറിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത് നോക്കാം നമുക്ക്. ആദ്യം എന്ന് റീഡ് ചെയ്തതിനു ശേഷം 1 മുതൽ 12 വരെ, അതായത് 1 to 12, 1 മുതൽ 12 വരെയുള്ള ലൂപ്പാണ് ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത്. ഇത് ഈ കാണിക്കുന്ന 1 2 3 4 5 6 7 8 9 10 11 12 എന്നുള്ളതിനുള്ളതാണ് ഈ I. ഓക്കെ, ഓരോ റോസിന്റെയും നമ്പർ കാണിക്കാനുള്ളതാണ്. ഒന്നാമത്തെ റോ ഐയുടെ വാല്യൂ 1 ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? 1 into എന്നുള്ള ചിഹ്നമാണ് ഇവിടെ. 1 ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് COUT I ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഡു ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇത് കൊടുത്തു. ഇത് കാസ്കേഡിംഗ് ആണ്. നമുക്കറിയാം COUT I, COUT X എങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ, COUT N, COUT is equal to, COUT I into N, COUT /N. 1 2 3 4 5 6 COUTകൾ കാസ്കേഡ് ചെയ്തതാണ് ഈ ഒരൊറ്റ സിംഗിൾ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം 1 into 5 is equal to ഡിസ്പ്ലേ ചെയ്തു. പിന്നെ 1 into 5 എന്താണ്? 5 ആണ്. I plus I 2i. 2 less than or equal to 12. Yes. 2 into വന്നു, 5 വന്നു, is equal to ഡിസ്പ്ലേ ചെയ്തു. ഈക്വൽ ടു ചിഹ്നമായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈക്വൽ ടു ഡിസ്പ്ലേ ചെയ്തതിനു ശേഷം ഇവിടെ 2 into 5ന്റെ ഔട്ട്പുട്ട് 10. ആ ഓർഡറിൽ അവസാനം 12 into 5 വരെ ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് ഈ പ്രോഗ്രാമിന്റെ വർക്കിംഗ്. ആദ്യം തന്നെ ഞാൻ ഔട്ട്പുട്ട് കാണിച്ചാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഈ ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും നിർബന്ധമില്ല. കാരണം ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ നമ്മളൊരു ലൈൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. പക്ഷെ ആ ഓപ്പണിംഗ് ബ്രേസ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജീനിയിലെ മിക്കവാറും എഡിറ്റേഴ്സ് റിട്ടേൺ 0 ഇല്ലാതെയും പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ റിട്ടേൺ 0 കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചതെങ്കിലും റിട്ടേൺ 0 കൊടുക്കാതെയും ഈ പ്രോഗ്രാം ബൈ ഡിഫോൾട്ട് ആയിട്ട് 0 റിട്ടേൺ ചെയ്യുന്ന രീതിയിലായിട്ട് എഡിറ്റർ വർക്ക് ചെയ്ത് കാണാം. വളരെ കുറഞ്ഞ ലൈൻസ് 1 2 3 4 ലൈൻസ് എഴുതിയാൽ നമ്മുടെ വർക്ക് ആവുന്നു എന്നുള്ളത്. വളരെ ചെറിയ ഒരു പ്രോഗ്രാമാണ് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ പ്രോഗ്രാം. ഓക്കെ, ഒരു ഔട്ട്പുട്ട് കൂടി ചെക്ക് ചെയ്ത് നമുക്ക് ഈ പ്രോഗ്രാമിന്റെ അവസാനം 10 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. സി, ഈ രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ക്ലിയർ ആണല്ലോ. ഏറ്റവും ലളിതമായ, ഏറ്റവും സിമ്പിളായ, ഏറ്റവും ചെറിയ ഒരു പ്രോഗ്രാമാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ഈ പ്രോഗ്രാം. ഓക്കെ, ഇവിടെ ചെറുതാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ COUTന് നമ്മൾ 6 COUTകളെ ഒരു സിംഗിൾ ലൈനിൽ കാസ്കേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രോഗ്രാമിന്റെ ലൈന് ലെങ്ത് ചുരുങ്ങിയത്. ക്ലിയർ ആണല്ലോ. അപ്പൊ 3 പ്രോഗ്രാമുകൾ നമ്മൾ ചർച്ച ചെയ്തു. ആദ്യത്തെ പാർട്ട് 1ൽ നമ്മൾ ഒരു പ്രോഗ്രാം ചർച്ച ചെയ്തു. അങ്ങനെ ആകെ 4 C++ വർക്കുകളാണ് ഇതുവരെയായിട്ട് ചർച്ച ചെയ്തത്. അടുത്ത വീഡിയോയിൽ കൂടുതൽ പ്രോഗ്രാമുകൾ, C++ൽ തന്നെ കൂടുതൽ പ്രോഗ്രാമുകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ.